Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi wa bihi nasta'in. Wassalatu wassalamu al-atamanil akmalani ala khatamil anbiya'i wal mursalin Nabiyyina Muhammadin wa ala alihi wa ashabihi wa ahli baitihi at-tayyibin at-tahirin wa man tabi'ahum bi ihsanin ila yaumiddin wa ba'd. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നത്തെ വിഷയം സന്താനങ്ങളുടെ സംസ്കരണം, സൽജീവിതം, അതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുവാൻ ഏതാനും വസിയ്യത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കളോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് അല്ലാഹു വസിയ്യത്ത് ഓതുന്നു. അപ്പോൾ മക്കൾ ഒരിക്കലും മാതാപിതാക്കളാൽ വിഗണിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. മക്കൾ പരിഗണിക്കപ്പെടുമ്പോൾ പ്രസ്തുത പരിഗണന ഭൗതികമായ പരിപാലനങ്ങളിലും ജീവിത ചെലവുകളിലും ഭൗതികമായ പരിരക്ഷകളിലും പരിമിതപ്പെടാൻ പാടുള്ളതല്ല. അത് മാതാപിതാക്കളുടെ മേൽ ബാധ്യതയാണ് മക്കളുടെ നേരെ. പക്ഷേ മക്കളുടെ ശാരീരിക കായിക വളർച്ചകളേക്കാൾ അവരുടെ മാനസിക, ആത്മീയ, ധാർമ്മിക വളർച്ച മുഖ്യമാണ്. അതിൽ മക്കൾക്ക് വേണ്ടി തേടുമ്പോൾ തന്നെ മക്കൾ ഇവിടെ പിറക്കുന്നതിന് മുമ്പ് മക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് യാചിക്കുമ്പോൾ തന്നെ ആ ഒരു പ്രത്യേക ഭാഗം പരിഗണിക്കുവാൻ ദീനുൽ ഇസ്ലാം നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളിവിടെ കേട്ടു. ദാമ്പത്തിക ജീവിതത്തിൽ ഏർപ്പെട്ടവർ ഇണകളുമായി ശയ്യാസഹനമാകുമ്പോൾ പഠിപ്പിക്കപ്പെട്ട ദുആ നമ്മൾ ശ്രവിക്കുകയുണ്ടായി. ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തന. അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവെ ഞങ്ങളെ തൊട്ടും ഞങ്ങൾക്ക് ഏകുന്ന സന്തതികളെ തൊട്ടും നീ ശൈത്താനെ ദൂരപ്പെടുത്തണമേ എന്നാണ് ദുആ. എങ്കിൽ ജീവിതകാലം ശൈത്താൻ വഴികേടിലാക്കാൻ അവസരം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ പിശാച് ദൂരപ്പെട്ടുകൊണ്ട് മക്കൾ ഇവിടെ ജീവിക്കണം, നമ്മളും ജീവിക്കണം. അതാണ് തുടക്കത്തിലെ പ്രാർത്ഥന. പൈശാചികതയാണ് അധാർമികതയും അരക്ഷിതത്വവും കൊണ്ടുവരുന്നത്. അപ്പോൾ ആ പിശാചിനെ ദൂരപ്പെടുത്താനാണ് പിറക്കാൻ പോകുന്ന സന്തതികളുടെ വിഷയത്തിൽ ദുആയിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. മക്കൾ ഇവിടെ സംസ്കാരത്തിൽ, സൽപാന്താവിൽ വളരേണ്ടതുണ്ട്. അവർ പരിരക്ഷിക്കപ്പെടേണ്ടതുണ്ട്.
നമ്മൾ ഈ ദുനിയാവിനോട് പടിയിറങ്ങുമ്പോൾ സന്തതി സാലിഹായ സന്തതിയായിരിക്കണം. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സാലിഹായ സന്തതിയായിരിക്കണം, തനിക്ക് വേണ്ടി ദുആ ഇരക്കുന്ന എന്നുള്ളതാണ്. ആ ഒരു സാലിഹായ സന്തതിയാകാൻ സന്തതി പിറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതായ പ്രാർത്ഥന, തുടർന്ന് നമ്മളുടെ പ്രയത്നങ്ങൾ, അതൊക്കെ നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ കേട്ടു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ഇരക്കുന്നത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉ ദുആ എന്നാണ്. റബ്ബി ഹബ്ലി, റബ്ബേ നീ എനിക്ക് ഏകണമേ, ദുർരിയതൻ ഒരു സന്തതിയെ, ആ സന്തതി ത്വയ്യിബതൻ, ദുർരിയതൻ ത്വയ്യിബ എന്നാണ്. വിശിഷ്ടമായ വിശുദ്ധമായ നല്ല ഒരു സന്തതിയെ ഏകണമേ എന്നാണ് ദുആ. സന്തതിയെ തരണേ എന്നല്ല, പിന്നെയോ നല്ലത് വിശിഷ്ടമായ വിശുദ്ധമായ സന്തതിയെ തരണേ എന്നുള്ളതാണ് ദുആ. ആ ദുആ അല്ലാഹു ഖബൂലാക്കാൻ ഇന്നക സമീഉ ദുആ, നീ ദുആ കേട്ടുത്തരം ചെയ്യുന്നവനാണല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമ്മതിച്ചുകൊണ്ടാണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. മറ്റിടത്ത് ആ ദുആയുടെ വചനം ഇവിടെ ഖതീബ് ഉണർത്തിയില്ല എങ്കിലും സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് ഫഹബ്ലി മിൻ ലദുൻക വലിയ്യ യരിസുനി വയരിസു മിൻ ആലി യാഖൂബ് വജഅൽഹു റബ്ബി റദിയ്യ എന്നാണ്. അദ്ദേഹത്തെ അനന്തരമെടുക്കുന്ന ഒരു വലിയനെ നൽകാനാണ്. യരിസുനി വയരിസു മിൻ ആലി യാഖൂബ്, പിതാവായ എന്നെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയെ, അതേപോലെ യാക്കൂബ് കുടുംബത്തെ അനന്തരമെടുക്കണം ആ കുഞ്ഞ് എന്നുള്ളതാണ്. വജഅൽഹു റബ്ബി റദിയ്യ, ആ കുട്ടി റദിയ്യ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രീതിക്കും തൃപ്തിക്കും പാത്രീഭൂതനായിരിക്കണം. അങ്ങനെയുള്ള കുഞ്ഞിനെ തരയണമേ എന്നാണ് ദുആ ചെയ്തത്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയെയും യാക്കൂബിനെയും അനന്തരമെടുക്കേണ്ടത് ദുന്യവി വിഷയത്തിലല്ല. നബിമാർ ദീനാറുകളും ദിർഹമുകളുമല്ല അനന്തരമാക്കുന്നത്, അത് അനന്തരമെടുക്കാൻ. പ്രത്യുത അവിടെയുള്ള വിജ്ഞാനാണ്, ദീനാണ്. അത് അനന്തരമെടുത്തിട്ടുള്ള ഒരു സന്തതിയെ തരണമേ എന്നുള്ളതാണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ എന്നാണ്. ആ ദുആ ഒരു സൽസന്തതിക്ക് വേണ്ടി ദുആ ഇരുന്നപ്പോൾ ആ സൽസന്തതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് നമ്മൾ വായിക്കുന്നുണ്ട്. സന്തതി എങ്ങനെയായിരുന്നു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്ക്? ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉ ദുആ. അതാണ് ദുആ. തയ്യിബായ ഒരു സന്തതിക്ക് വേണ്ടി ദുആ ചെയ്തു. ഇന്നക സമീഉ ദുആ, നീ ദുആ കേട്ട് ഉത്തരം ചെയ്യുന്നവനാണെന്ന കാര്യം സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം സമ്മതിച്ചു. ഉടനടി ഉത്തരം വരികയാണ്. ഫനാദതുഹുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ. മലക്കുകളിലൂടെയാണ് സുവിശേഷം സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പകരുന്നത്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അത്തരുണത്തിൽ മിഹ്റാബിൽ നിസ്കാരത്തിലാണ്. ഫനാദതുഹുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. എന്താ? അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു, യഹ്യ എന്ന കുഞ്ഞ് നിങ്ങൾക്ക് പിറക്കുമെന്ന വിഷയത്തിൽ. യഹ്യയാണ് ആ ദുർരിയത്തുൻ തയ്യിബ. എന്നിട്ട് എന്താ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ? മുസദ്ദിഖൻ ബി കലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറ വനബിയ്യൻ മിനസ് സ്വാലിഹീൻ എന്നാണ്. അള്ളാഹുവിൽ നിന്നുള്ള കലിമത്തിനെ സത്യപ്പെടുത്തുന്ന, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ സത്യപ്പെടുത്തുന്ന യഹ്യയാണ്. അതേപോലെ സയ്യിദാണ് സക്കരിയ. യഹ്യ സയ്യിദാണ്, നേതാവാണ്. വഹസൂറൻ, വിശുദ്ധനാണ്, ദുർചിന്തകളില്ലാത്ത വിശുദ്ധ പ്രവാചകനാണ്. വനബിയ്യൻ മിനസ് സ്വാലിഹീൻ, അദ്ദേഹം ഒരു പ്രവാചകനാണ്. ആ രീതിയിലാണ് ഒരു സന്തതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അത് സൂറത്ത് മറിയമിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ ദുർരിയതൻ ത്വയ്യിബ എന്നുള്ളതിൻ്റെ പ്രത്യേകത അള്ളാഹു പറയുന്നില്ലേ, യാ യഹ്യ ഖുദിൽ കിതാബ് ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയ്യ വഹനാനൻ മിൻ ലദുന്ന വസകാതൻ വകാന തഖിയ്യ വബറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യ
വസലാമുൻ അലൈഹി യൗമ ഉലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ. ഇതൊക്കെ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിശേഷണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ യഹ്യ ഖുദിൽ കിതാബ് ബിഖുവ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വഅതൈനാഉൽ ഹുക്മ സബിയ്യ, കുട്ടിയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ജ്ഞാനം പകർന്നു എന്നുള്ളതാണ്. വഹനാനം മിൻ ലദുന്ന, ആ കുഞ്ഞ് അള്ളാഹുവിൽ നിന്നുള്ള ഒരു അലിവും ആർദ്രതയുമായിരുന്നു. അതേപോലെ വസക്കാത്തൻ, സംശുദ്ധനായിരുന്നു. വഖാന തഖിയ, ഭക്തനായിരുന്നു. വബറൻ ബിവാലിദൈഹി, തൻ്റെ മാതാപിതാക്കൾക്ക് സക്കറിയ അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഭാര്യക്കും പുണ്യം ചെയ്യുന്ന മകനായിരുന്നു യഹ്യ. വലം യകുൻ ജബ്ബാരൻ അസിയ, ധിക്കാരിയായിരുന്നില്ല, അഹങ്കാരിയായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ വസലാമുൻ അലൈഹി യൗമ ഉലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ, അദ്ദേഹം ജനിച്ച ദിനം, മരിക്കുന്ന ദിനം, ഉയർത്തെഴുന്നേൽക്കുന്ന ദിനം, അള്ളാഹുവിൽ നിന്നുള്ള സലാം, സുരക്ഷയും സമാധാനവും പെയ്തിറങ്ങുമാർ അനുഗ്രഹീതനായിരുന്നു യഹ്യ. പറഞ്ഞു വരുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദുആ അത് എങ്ങനെ ഫലം കൊയ്യും എന്ന് വായിക്കാനൊരു ഉദാഹരണമാണ്. സക്കറിയ അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ഒരു കുഞ്ഞിന് വേണ്ടി തേടിയപ്പോൾ തേടിയത് ദുർരിയത്തൻ ത്വയ്യിബ എന്നാണ്, വിശിഷ്ടമായ വിശുദ്ധമായ കുഞ്ഞിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അരുളപ്പെട്ട കുഞ്ഞിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഉണർത്തപ്പെട്ടത് നമ്മൾ വായിക്കുമ്പോൾ അപ്പോൾ ആ ദുആഇൻ്റെ മഹത്വം എത്രമേൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞിന് വേണ്ടി തേടി. എങ്ങനെ തേടി? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബെ സ്വാലിഹീങ്ങളിൽ സ്വാലിഹായ ഒരു സന്തതിയെ തരണമേ എന്നാണ് തേടിയത്. ആ തേടിയ സന്തതിയാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്മായിൽ, അദ്ദേഹത്തിൻ്റെ മഹത്വം എത്രമേൽ നമ്മൾ വായിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ചരിത്രം എത്രമേൽ നമ്മൾ മഹനീയമായി മനസ്സിലാക്കുന്നു. അപ്പം അങ്ങനെ ഒരു മഹനീയനായ ഒരു കുഞ്ഞിവിടെ പിറക്കുവാൻ, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം ഇവിടെ ശേഷിക്കുവാൻ അന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയതായ ആ ഒരു ദുആ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അതാണ് നമുക്കുള്ള ചരിത്ര പാഠങ്ങൾ മക്കളുടെ വിഷയത്തിൽ ദുആ ഇറക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ തദഉ അലാ അൻഫുസികും വലാ അലാ ഔലാദികും വലാ അലാ അൻഫുസികും. മക്കൾക്കെതിരിൽ ദുആ, നിങ്ങൾക്കെതിരിൽ തന്നെ ദുആ ചെയ്യരുതേ, മക്കൾക്കെതിരിൽ ദുആ ചെയ്യരുതേ, സ്വത്തുക്കൾക്കെതിരിൽ ദുആ ചെയ്യരുതേ, സമ്പത്തുക്കൾക്കെതിരിൽ, സ്വന്തത്തിനെതിരിൽ, സന്തതികൾക്കെതിരിൽ ദുആ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാഹു ദുആവുകൾക്കെല്ലാം ജവാബ് നൽകുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയവുമായി നിങ്ങളുടെ ദുആ ഒത്തുവരികയാണ് എങ്കിൽ നിങ്ങൾ ദുആ ഇറന്നതെന്തോ അത് ഫലിക്കും. അപ്പോൾ എതിരിൽ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എതിരായി ഭവിക്കും, എതിരായി ഫലിക്കും. അതുകൊണ്ട് ദുആ എതിരിൽ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. വിശിഷ്യ മക്കൾക്കെതിരിൽ, പിന്നെയോ മക്കൾക്ക് അനുകൂലമായിട്ടുള്ള ദുആയാണ് വേണ്ടത്. ആ ദുആ അതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ ചരിത്രങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അബൂ ഹുറൈറയിൽ നിന്നുള്ള പ്രസിദ്ധമായ ഹദീസ് നമ്മൾ കേട്ടു, സലാസു ദഅവാത്ത് മുസ്തജാബാത്ത്, 3 ദുആവുകൾ അത് ഉത്തരം നൽകപ്പെടുന്ന ദുആവുകളാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തുൽ മദ്ലൂം, മർദിദൻ്റെ പ്രാർത്ഥന, ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കളുടെ പ്രാർത്ഥന. അവിടെ പിതാവ്, വാലിദ് എന്നുള്ളത് പിതാവ് എന്നതിൻ്റെ ഒരു പൊതുപ്രയോഗമാണെങ്കിലും മാതാവ് അവിടെ പ്രത്യേകം ഉദ്ദേശിക്കപ്പെടുന്നു. ഇപ്പോൾ മാതാപിതാക്കളുടെ ദുആ അത് ഉത്തരം നൽകപ്പെടുന്ന ദുആയാണ്. പിന്നെ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആയാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആ കബൂലാക്കപ്പെടും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയുള്ള ദുആ അതെങ്ങനെയാക്കണം എന്നുള്ളതും മാതാപിതാക്കൾ ഉറ്റാലോചിക്കേണ്ടതുണ്ട്. അത് അനുകൂലമാക്കണോ അതോ പ്രതികൂലമാക്കണോ? പലപ്പോഴും പ്രതികൂലമായിട്ടുള്ള ഒരവസ്ഥ ചിലരിൽ നിന്ന് വരും. അവർ കോപത്തിനടിപ്പെടുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ, ചിലർ ക്ഷിപ്രകോപികളാണ്. അതുകൊണ്ട് തന്നെ ചില സ്ത്രീകൾ, പ്രത്യേകിച്ച് ഖതീബ് ഉണർത്തിയതുപോലെ ഒരു ചരിത്രവും ഇവിടെ അനുസ്മരിച്ചു. അത് ഈ വർത്തമാന യുഗവുമായി ബന്ധപ്പെട്ടാണ്. കണ്ണിൻ്റെ കാഴ്ച പോകാൻ ഒരു ഉമ്മ ദുആഇറന്നതിൻ്റെ ഫലമായി ഒരു കുഞ്ഞിൻ്റെ കാഴ്ച ക്രമേണ കെട്ടുപോയ ഒരു
സംഭവം അദ്ദേഹം അനുസ്മരിക്കേണ്ടായി. എതിരിൽ പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല, അനുകൂല പ്രാർത്ഥനകളാണ് വേണ്ടത്. ദേഷ്യപ്പെടുന്ന അവസ്ഥയിൽ പോലും ഹിദായത്തിന് വേണ്ടി ദുആ ഇരക്കുക, നന്മയ്ക്ക് വേണ്ടി ദുആ ഇരക്കുക, അവസ്ഥ നന്നാക്കാൻ വേണ്ടിയിട്ട് ദുആ ഇരക്കുക, ഇതാണ് വേണ്ടത്. അത് നാവുകളിൽ ശീലിക്കേണ്ടതുണ്ട്. ദുആവചനങ്ങൾ നാവുകളിൽ ശീലിക്കേണ്ടതുണ്ട്. നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുആ ദേഷ്യം വരുമ്പോൾ പോലും അത് പ്രയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശീലം. പലപ്പോഴും ശാപം പൊഴിച്ചിലും കോപം പറച്ചിലും ഇതായിരിക്കും നാവുകളിൽ വരിക. അത് മക്കൾക്ക് നേരെയാവുമ്പോൾ ആ മക്കളുടെ ഒരു ഭാവി എത്രമേൽ അപകടകരമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ദുആന്റെ വിഷയം പ്രത്യേകിച്ച് പറഞ്ഞത്. മക്കളുടെ സംസ്കരണമാണ് വിഷയം, മക്കൾക്കുള്ള സൽപാന്താവാണ് വിഷയം, മക്കളുടെ ആത്മീയ ധാർമ്മിക പുരോഗതിയും വളർച്ചയാണ് വിഷയം. അതിന് പല വിഷയങ്ങളും അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനം അത് ദുആയാണ്. ആ ദുആ അത് മക്കൾ ഇവിടെ പിറക്കുന്നതിന് മുമ്പ് തന്നെ മക്കൾക്ക് അനുകൂലമായിട്ട് നമ്മളിൽ നിന്ന് ഭവിക്കേണ്ടതുണ്ട്. പിന്നെ മക്കൾ നമ്മുടെ കൺമുമ്പിലായാൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതായ ദുആ. ഇബാദുർ റഹ്മാനെ നമ്മൾ കേട്ടു. ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രീഭൂതരാകുന്ന ഒരു അനുഗ്രഹീത വിഭാഗം ആളുകളാണ്. സൂറത്ത് ഫുർഖാൻ്റെ ഒടുവിൽ അവരുടെ വിശേഷണങ്ങൾ, ലക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണിയപ്പോൾ അവരുടെ ഒരു ലക്ഷണം പറഞ്ഞത് വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നാണ്. ഇബാദുർ റഹ്മാൻ കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്. അവരിങ്ങനെ പ്രാർത്ഥിക്കുമെന്നാണ്. എന്താ അവരുടെ പ്രാർത്ഥന? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ തരണമേ എന്നാണ്. കൺകുളിർമയേകണമേ എന്നുള്ളതാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ മുത്തഖീങ്ങളായ മനുഷ്യന്മാർക്ക് ഇമാമാരാക്കണമേ എന്നുള്ളതാണ്. അപ്പം മുത്തഖീങ്ങൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഭക്തരാണ്. ആ ഭക്തജനങ്ങളുടെ മുൻപന്തിയിൽ ഇടം കാണാൻ മാതാപിതാക്കൾക്ക്, മക്കൾക്ക് അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു വിഷയമല്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു തേട്ടം അതാണ് ഇവിടെ ഇബാദുർ റഹ്മാൻ നിർവഹിക്കുന്നത്. പറഞ്ഞു വരുന്നതൊക്കെയും നമ്മൾ സന്തതികളുടെ വിഷയത്തിൽ, അവരുടെ സംസ്കരണത്തിൻ്റെ വിഷയത്തിൽ തികച്ചും മനസ്സ് വെക്കേണ്ടവരാണ്. ഭൗതികമായി അവർക്ക് വേണ്ട വിഭവങ്ങൾ, അവർക്ക് വേണ്ട അനുഭവങ്ങൾ, ആവശ്യങ്ങൾ അതൊക്കെ നികത്തേണ്ടവരും അതൊക്കെ നിർവഹിക്കേണ്ടവരുമാണ് നമ്മൾ രക്ഷിതാക്കൾ. പക്ഷേ അതിലുപരിയായി അവരുടെ ധാർമ്മികത, അവരുടെ ആത്മീയത, അതിൻ്റെ പോഷിപ്പും വളർച്ചയും അതിൽ വളരെയധികം മനസ്സ് വെക്കേണ്ടവരാണ് നമ്മൾ രക്ഷിതാക്കൾ എന്നുള്ളതാണ്. നമ്മൾ കേട്ടില്ലേ, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വസിയ്യത്താണ് വഅ്മുർ അഹ്ലക ബിസ്സലാ. നിസ്കാരം കൊണ്ട് നീ നിൻ്റെ കുടുംബത്തോട് കൽപ്പിക്ക്. വസ്തബിർ അലൈഹ, അതിൽ നീ ക്ഷമിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമാപൂർവം, സഹനപൂർവ്വം നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. പാഴാക്കാതെ, നഷ്ടപ്പെടുത്താതെ, കൃത്യവിലോപം വരാതെ നമ്മൾ നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കണം. അതേപോലെ മക്കളെ, കുടുംബത്തെ അതുകൊണ്ട് കൽപ്പിക്കണം എന്നുള്ളതാണ്. മുറു ഔലാദക്കും ബിസ്വല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കളോട് നിസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കും. മക്കളോട് നമസ്കാരം കൽപ്പിക്കണം എന്നുള്ളതാണ്. വഹും അബ്നാഉ സബ്, 7 വയസ്സ് മുതൽ ആ കൽപ്പന നിർവഹിക്കുവാനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനാണ്. അപ്പോൾ ഇസ്ലാമിൽ അഖ്ലാഖുകളുണ്ട്, സ്വഭാവങ്ങൾ. ഇസ്ലാമിൽ ആദാബുകളുണ്ട്, മര്യാദകൾ. അതേപോലെ ഇസ്ലാമിൽ അവാമിർ, കൽപ്പനകളുണ്ട്. ഇസ്ലാമിൽ നവാഹി, വിരോധങ്ങളുണ്ട്. അതേപോലെ ഇസ്ലാമിൽ റഗായിബ്, താല്പര്യം ജനിപ്പിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. അതേപോലെ ഇസ്ലാമിൽ റഹായിബുകളുണ്ട്, അഥവാ ആളുകൾ പേടിച്ച് വിട്ടു നിൽക്കേണ്ട വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ മക്കൾക്കുള്ള ഉത്ബോധനങ്ങൾ, ഉണർത്തലുകൾ, ബോധനങ്ങൾ അത് രക്ഷിതാക്കളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി എന്നാണ്. നിങ്ങളൊക്കെ പ്രജാധിപന്മാരാണ്, റായിമാരാണ്. നിങ്ങൾക്ക് കീഴിൽ പ്രജകളുണ്ട്. പ്രജകൾ
മക്കളാണ്. വ മസ്ഊലുൻ അൻ റഅയ്യതി, പ്രജകളെക്കുറിച്ച് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നവരാണ് എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കീഴ്ഘടകങ്ങളായിട്ടുള്ള നമ്മുടെ മക്കൾ, അവരുടെ പ്രജാധിപന്മാരാണ് നമ്മൾ. ഈ പ്രജകളെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പരലോക കോടതി വരാനുണ്ട്. അവിടെ നമ്മൾ വിചാരണയിൽ പരാജയപ്പെടാൻ പാടുള്ളതല്ല. നമ്മളുടെ മക്കൾ കാരണത്താൽ നമ്മൾ അപമാനം പേറാനും പാടുള്ളതല്ല. നമ്മുടെ കഴിവിൻ്റെ പരമാവധി അവരുടെ സംസ്കരണത്തിൽ, അവരുടെ തെർബിയത്തിൽ നമ്മൾ ആളുകളായിരിക്കണം എന്നുള്ളതാണ്. മേലായവൻ്റെ ഒരു വസീയത്തിൽ നമ്മൾ വായിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ഷിദാദുൻ ലാ യഅസൂനല്ലാഹ് മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂന എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കണം, കാക്കണം. വ അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും കാക്കണം. നാറൻ, നരകാഗ്നിയെ തൊട്ട് എന്നാണ്. നരകാഗ്നിയെ തൊട്ട് നമ്മളെ കാക്കണം, നമ്മുടെ കുടുംബത്തെ കാക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വസിയ്യത്താണ്. നരകാഗ്നിയുടെ പ്രത്യേകത എന്തുകൊണ്ടാണ് നരകത്തെ തൊട്ട് കാക്കാൻ പറയുന്നത്? നമ്മളെ നരകത്തെ തൊട്ട് കാക്കാൻ പറഞ്ഞത് എന്തിനാ? നമ്മുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാക്കാൻ പറഞ്ഞത് എന്താ? നരകത്തിൻ്റെ ഭീതിയും നരകത്തിൻ്റെ ഭയാനകതയുമാണ്. നരകം ശിക്ഷയുടെ തടവറയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. വഖൂദുഹൻ നാസ് വൽ ഹിജാറ എന്നാണ്. നരകത്തിൽ കത്താനുള്ള ഇന്ധനം മനുഷ്യരാണ്, കല്ലുകളാണ്. അപ്പോൾ ആ നരകത്തിൽ മനുഷ്യർ കത്താനുള്ള ഇന്ധനമാകുമ്പോൾ നമ്മൾ അതിൽ ഇന്ധനമാകരുത്, നമ്മുടെ കുടുംബം അതിൽ ഇന്ധനമാകരുത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ഷിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് ഒരിക്കലും ലംഘിക്കാത്ത ശക്തന്മാരായ മലക്കുകളാൽ പാറാവ് തീർക്കപ്പെട്ട നരകത്തീയാണ്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് പുറത്തിടക്കുന്ന പ്രശ്നമല്ല, നരകത്തിൽ നിന്ന് ചാടിപ്പോകുന്ന വിഷയമല്ല, ശക്തന്മാരായ മലക്കുകളുടെ പാറാവാണ്. അള്ളാഹു കൽപ്പിച്ചതെന്തോ അത് പ്രാവർത്തികമാക്കുന്ന മലക്കുകളാണ്. ആളുകളുടെ കേഴലുകളും ആളുകളുടെ അഭ്യർത്ഥനകളും അതൊക്കെ മാനിച്ച് ഇടപെടുന്നവരല്ല. പിന്നെ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലാൻ്റെ കൽപ്പനയിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ശക്തന്മാരായ മലക്കുകളുടെ കാവലുള്ള നരകത്തീയാണ്. അതിൽ കല്ലുകൾ കത്തിക്കപ്പെടും, മനുഷ്യർ കത്തിക്കപ്പെടും. അങ്ങനെയുള്ള ആ നരകത്തീനെ നിങ്ങൾ സൂക്ഷിച്ചോളിയും, കുടുംബത്തെയും സൂക്ഷിച്ചോളിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്ത് ചെയ്യുമ്പോൾ എനിക്കെൻ്റെ കാര്യം ഒന്നൊരു വിശ്വാസിക്ക് പറയാൻ അവകാശമല്ല. ഒരു ഗൃഹനാഥൻ, ഒരു രക്ഷിതാവ്, ഒരു ഉത്തരവാദി ഒരിക്കലും ആ ഒരു മേനിയിൽ ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നവനല്ല. പ്രത്യുത കുടുംബത്തിൻ്റെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ മനസ്സ് വെച്ച് അവരുടെ സാംസ്കാരികമായ സച്ചരിതമായ അവരുടെ വളർച്ചയിൽ മനസ്സ് വെക്കേണ്ടവനാണ് വിശ്വാസി എന്നുള്ളതാണ്. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ, അവരുടെ മതപരമായിട്ടുള്ള വളർച്ചയിൽ, സംസ്കരണത്തിൽ നമ്മൾ ശരിക്കും മനസ്സൂന്നണം എന്നാണ് ഇവിടെ കേട്ട വസിയ്യത്ത്. ആരോട് കൂട്ടുകൂടുന്നു, ആരാണ് സഹചാരി, ഇത് നമ്മൾ കേട്ടു. നമ്മൾ മനസ്സിരുത്തേണ്ട പ്രധാനപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഈ വർത്തമാന യുഗത്തിൽ ഖതീബ് ഉണർത്തിയതുപോലെ ഏറ്റവും വലിയ സഹചാരി തോളിൽ കൈയിടുന്ന കൂട്ടുകാരല്ല. ഓരോരുത്തർക്കും ഇന്ന് ഏറ്റവും വലിയ സഹചാരി അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളാണ്, സോഷ്യൽ മീഡിയകളാണ്, പലവിധ ചാനലുകളാണ്. ഓരോരുത്തരെയും ഇന്ന് ആദർശങ്ങളിലേക്കും ആശയങ്ങളിലേക്കും വളക്കുന്നതും തെളിക്കുന്നതും ഈ സോഷ്യൽ മീഡിയകളാണ്, വിവിധങ്ങളായ ചാനലുകളാണ്. ആരോട് കൂട്ടുകൂടുന്നു എന്ന് ഓരോരുത്തരും നോക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ, ആരോട് കൂട്ടുകൂടുന്നു എന്നുള്ളത് ഓരോരുത്തരും നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. ഈ ആരോട് കൂട്ടുകൂടുന്നു എന്നുള്ളത് ഇന്ന് ഏതൊക്കെ ചാനലുകളിൽ, ഏതൊക്കെ സോഷ്യൽ മീഡിയകളിൽ താൻ ആളാണ് എന്നുള്ളത് ഓരോരുത്തരും നോക്കട്ടെ എന്ന് ഒരു പുനർവായന നടത്തേണ്ട ഒരു യുഗത്തിലാണുള്ളത്. വളരെ ഗൗരവമാണ് വിഷയം. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ മക്കളുടെ വിഷയത്തിൽ, സംസ്കരണത്തിൽ മനസ്സ് നടുമ്പോൾ അവരുടെ കൂടെയുള്ളതെന്ത്, കൂടെയുള്ളവർ ആര് തുടങ്ങിയതായ വിഷയങ്ങളൊക്കെയും അതിൽ പ്രധാനമാണ് എന്നതാണ് ഇവിടെ
നമ്മൾ കേട്ടതായ ഒരു വിഷയം. മക്കൾ നമുക്ക് വേണ്ടത് സ്വാലിഹായ മക്കളാണ്. വലതുൻ സ്വാലിഹുൻ, സൽസന്തതിയാണ്. ആ സൽസന്തതിയാണ് നമുക്ക് ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ട്. ഈ ദുനിയാവിനോട് നമ്മൾ പടിയിറങ്ങിയാൽ ഖതീബ് ഉണർത്തിയതുപോലെ ഖബറുകളിലേക്ക് നമ്മൾ കണ്ണു നട്ടാൽ ആ ഖബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ എന്താണ് ഈ ദുനിയാവിൽ നിന്ന് അവരുടെ കൂടെ എടുത്തു കൊണ്ടുപോയിട്ടുള്ളത്? അവരുടെ പരലോകയാത്രയിൽ എന്താണ് അവർക്ക് ഒപ്പം ഉള്ളത്? ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ദുനിയാവിനോട് മനുഷ്യൻ ബന്ധം മുറിഞ്ഞാൽ, മരണത്തേരിലേറി മനുഷ്യൻ പരലോകയാത്രയിലായിട്ടുണ്ട് എങ്കിൽ മനുഷ്യൻ കൂടെ കൊണ്ടുപോകുന്നത് ഒന്ന് വലദിൻ സ്വാലിഹിൻ യദഉ ലഹു എന്നാണ്. ആ രക്ഷിതാവിന് വേണ്ടി ദുആ ചെയ്യുന്ന സൽസന്തതി എന്നാണ്. സൽസന്തതി. അപ്പോൾ ഈ ദുനിയാവിനോട് യാത്ര പറയുന്ന ആ അന്ത്യനിമിഷം, ഭൗതികതയിൽ നമ്മൾ കണ്ണു ചിമ്മുന്ന ആ അവസാന സമയം, നമുക്കൊരു സാലിഹായ സന്തതി ഇവിടെ നമ്മൾ വിട്ടേച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തക്ക്, അതിൽ നമ്മൾക്കൊരു ആത്മനിർവൃതിക്ക് പരിശ്രമിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഓരോരുത്തരും തങ്ങളുടെ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുക എന്നതാണ് നമ്മൾ കേട്ട വസിയ്യത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തുണയാക്കി തൗഫീഖാക്കി അള്ളാഹു നമ്മളെല്ലാം സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ ഇടകളിൽ, നമ്മുടെ മക്കളിൽ, ഇരുലോകത്തും അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമ നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ ഇരുലോകത്തും ആദരിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ വളർച്ചയിലേക്ക്, ഞങ്ങളുടെ ഈ വലിപ്പത്തിലേക്ക് ഞങ്ങളെ പോറ്റി വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മരിച്ചു മൺമറഞ്ഞ് പരലോകത്തേക്കുള്ള യാത്രയിലാണ്. അള്ളാഹുവെ, അവരെത്തിപ്പെട്ട ഖബറിടങ്ങളെ നീ നിൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, മാതാപിതാക്കളും മക്കളുമായി അവരെയും ഞങ്ങളെയും നീ കണ്ണി ചേർത്തതുപോലെ സ്വർഗത്തിലും അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്ത ചില മഹത്തുക്കളുണ്ട്. അവരിൽ രോഗം കൊണ്ട് വലയുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്ക് ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ അള്ളാഹു അവർക്ക് വിശാലമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഗ്ഫിറത്തും മർഹമത്തും അവരിൽ അരുളുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها وإيمانها. اللهم احفظ لها ثغور حدودها وقيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.